എൻ്റെ മോൻ എൻ്റെ മോൻ എവിടെയെന്ന് മുൻപിൽ നിൽക്കുന്നവരുടെ നേരെ അയാൾ അലറി. അറിയില്ല അറിയില്ല സർ, ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ മോനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാക്കിയിട്ട അയാൾ അവൻ്റെ അപ്പനെ നോക്കി മറുപടി പറഞ്ഞു. അയാളുടെ വലങ്കൈയായിരുന്ന ഡെന്നിയെ അറസ്റ്റ് ചെയ്ത സേതു എന്ന പോലീസുകാരനായിരുന്നു അത്. എനിക്കെൻ്റെ മോനെ വേണം. എൻ്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. ആരാ ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയണം. നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് എണ്ണിത്തരുന്നത് വാങ്ങിച്ചു വിഴുങ്ങിയിട്ട് വെറുതെ ഇരിക്കാനല്ല. അയാൾ ദേഷ്യത്തോടെ അവരുടെ നേരെ തിരിഞ്ഞു. സർ, അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നത്. അയാളെ കണ്ടതും അവർ രണ്ടുപേരും അയാളിലേക്ക് നോക്കി. അത് ജസ്റ്റിൻ്റെ ബൈക്ക് വഴിയരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആളിനെ കിട്ടിയില്ല. അടുത്തുണ്ടായിരുന്ന കടകളിലൊക്കെ അന്വേഷിച്ചു, അവരാരും കണ്ടില്ലെന്നാണ് പറയുന്നത്. അയാൾ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. എൻ്റെ മോൻ, എനിക്കറിയണം. എൻ്റെ മോനെ ആരാ എന്താ ചെയ്തതെന്ന് എനിക്കറിയണം. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അവനെന്തേലും സംഭവിച്ചാൽ പിന്നെ അവനെ കാണാതായതിൽ അയാൾ ഒരുപാട് തളർന്നു പോയിരുന്നു. അവനെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് മോങ്ങുന്നത്? എല്ലാം കേട്ടുകൊണ്ട് നിന്ന അയാളുടെ ഭാര്യ അയാളുടെ നേരെ തിരിഞ്ഞു. അത് കേട്ടതും അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. സ്വന്തം മകനെ നശിപ്പിച്ചത് പോലും നിങ്ങളാണ്. അവൻ്റെ തോന്നിവാസത്തിന് അത്രയും കൂട്ടുനിന്ന് അവനെ കൊണ്ട് തെറ്റുകൾ മുഴുവൻ ചെയ്യിപ്പിച്ചത് അവൻ്റെ അപ്പനായ നിങ്ങൾ തന്നെയാണ്. അവർ അയാൾക്ക് നേരെ കൈ ചൂണ്ടി. അന്നമ്മേ, അയാൾ ദേഷ്യത്തോടെ വിളിച്ചു. മിണ്ടരുത്, നിങ്ങൾ മിണ്ടിപ്പോകരുത്. ഞാൻ അവൻ്റെ അമ്മയാണ്. ഒരു മകനെ വളർത്തേണ്ടത് എങ്ങനെയായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഓരോന്നിൽ നിന്നും തിരുത്താൻ ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളതിനെ തടഞ്ഞുകൊണ്ട് അവൻ ഓരോന്നിനും വളം വെച്ച് കൊടുക്കുകയായിരുന്നു. ഒരിക്കലും നിങ്ങൾ അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ നേർവഴിക്ക് നിങ്ങൾ നടത്തിയിട്ടില്ല. എന്നിട്ടിപ്പോൾ നിങ്ങളിരുന്ന് മോങ്ങുന്നത് എന്തിനാ? അവൻ്റെ ശവം കൊണ്ടുവരുമ്പോൾ അതും കൂടി തിന്നേക്കണം നിങ്ങൾ. അവർ ദേഷ്യത്തോടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയും അയാൾക്ക് നേരെ കൈചൂണ്ടി പറഞ്ഞു. അയാൾ ഒന്നും തിരികെ പറയാനാകാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. വൈകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഡോണയും നേഹയും ശ്രീയും അവളുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം എല്ലാവരും സീരിയസ് ആയിട്ടാണ് അവളുടെ കാര്യം പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് അത് തമാശയായി മാറുകയായിരുന്നു. അവൾ അങ്ങനെ ചെയ്തതും ജോണിനോട് കാണിച്ചതുമൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ഹോ, എന്തൊക്കെയായിരുന്നു! ഇനി ഞാൻ അങ്ങേരെ പ്രേമിക്കില്ല, എൻ്റെ പുറകെ വന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല, അങ്ങേരേക്കാൾ സുന്ദരനായ ഒരു ചെറുക്കനെ കെട്ടി അയാളുടെ മുൻപിലൂടെ നടക്കും. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു! എന്നിട്ട് ജോൺ ചേട്ടനൊന്ന് തിരിച്ച് ദേഷ്യപ്പെട്ടപ്പോഴേക്കും കിടക്കുന്ന തലകറങ്ങി തറയിൽ. വൈശു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടി, മതി എന്നെ കളിയാക്കിയത്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എൻ്റെ ശ്രീക്കും ഡോണയ്ക്കും മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. അവൾ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഓ, നിങ്ങളൊക്കെ ലവേഴ്സ് അല്ലേ? ഞാനും എൻ്റെ പാവ നേഹക്കുട്ടി സിംഗിൾസ് ആണ്. ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല അല്ലേ നേഹ? വൈശു നേഹയുടെ തോളിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ വൈശുവിന് ഒരു വാടിയ പുഞ്ചിരി നൽകി. നേഹയുടെ മുഖം മാറിയത് കണ്ടതും ശ്രീയുടെ മനസ്സ് വേദനിച്ചു. കാരണം അവൾക്ക് മാത്രമേ നേഹ എത്രത്തോളം അവളുടെ അലക്സിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുനാളിലെ പ്രണയത്തെ താൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അവനോട് തോന്നിയ ഇഷ്ടത്തെ താൻ ബഹുമാനിച്ചിരുന്നു. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും അവളുടെ മനസ്സിൽ അവൻ്റെ സ്ഥാനം അത്ര വലുതാണെങ്കിൽ അവൾ എത്രമാത്രം അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ പെട്ടെന്ന് എഴുന്നേറ്റ് നേഹയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ശ്രീ അടുത്തേക്ക് ചെന്നിരുന്നതും നേഹ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ശ്രീ അവളുടെ കയ്യിൽ പിടിച്ച് ഒന്നുമില്ല എന്ന് കണ്ണുകൾ ചിമ്മിക്കാണിച്ചു. വീട്ടിലേക്ക് പോയാലോ? നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചു. പോകാം. എടി, ഞങ്ങളെങ്കിൽ ഇറങ്ങട്ടെ, ഇച്ചായനിപ്പോൾ വരുമായിരിക്കും. ശ്രീ വൈശുവിനെയും വൈകിയെയും നോക്കി ചോദിച്ചു. ശരിയടി, അവരും തിരികെ പറഞ്ഞതും ശ്രീയും നേഹയും ഡോണയും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് വന്നതും നേഹ മുറിയിലേക്ക് പോയിരുന്നു. അവൾക്കെന്തോ സങ്കടമുള്ളതുപോലെ ശ്രീക്ക് തോന്നി. അതുകൊണ്ട് ശ്രീയും അവളുടെ ഒപ്പം പോകാൻ നിന്നു. ശ്രീ ചേച്ചി, ഞാനും കൂടി വരാം, ഡോണ പറഞ്ഞു. വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അത് കേട്ടതും ഡോണ തലയാട്ടി. ശേഷം അങ്ങോട്ടേക്ക് നടന്നു. ശ്രീ ചെന്നപ്പോൾ നേഹ കട്ടിലിരുന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു. നേഹ, എന്താ പറ്റിയ നിനക്ക്? ശ്രീ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. എനിക്കറിയില്ല ശ്രീ, എന്തൊക്കെയോ സങ്കടങ്ങൾ എന്നെ വേട്ടയാടുന്നത് പോലെ. ചുറ്റിനും എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നുക എനിക്ക്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ശ്രീയെ നോക്കി പറഞ്ഞു. നേഹ, നിന്റെ കൂടെ മരണം വരെ എന്തിനും കൂട്ടായിട്ട് ഞാനില്ലേടി, പിന്നെ എങ്ങനെയാ നീ ഒറ്റപ്പെടുന്നത്? അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും നേഹ ഒന്ന് പുഞ്ചിരിച്ചു. ശ്രീ, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. മരണം വരെ എൻ്റെ കൂടെ അല്ല നീ നിൽക്കേണ്ടത്. നിനക്കൊരു ജീവിതമുണ്ട്. നീ സ്നേഹിച്ച ആളിനെ തന്നെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അയാൾക്ക് വേണ്ടിയാണ് ഇനിയുള്ള നിന്റെ ജീവിതം. നേഹ തിരികെ അവളെ നോക്കി പറഞ്ഞു. അപ്പോൾ നിനക്കിനി ഒരു ജീവിതം വേണ്ട എന്നാണോ? ശ്രീ വീണ്ടും ചോദിച്ചു. എൻ്റെ ജീവിതം അതിങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ ശ്രീ, അവൾ പുഞ്ചിരിയോടെ തിരികെ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നും പോകാനുള്ളതല്ല നിന്റെ ജീവിതം.
നിനക്ക് കൂട്ടായിട്ട് ഒരാൾ വരും ഉടനെ തന്നെ. ശ്രീ പറഞ്ഞതും നേഹ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഇച്ചാനിപ്പോൾ വരുമായിരിക്കും, ഞാൻ പോയിന്ന് ഫ്രഷ് ആകട്ടെ. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീ അവിടെ നിന്നും പോയിരുന്നു. ശ്രീ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നേഹ. ഇല്ല, അറിഞ്ഞു വെച്ചുകൊണ്ട് ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരാളെ ക്ഷണിക്കില്ല. അതിനുള്ള യോഗ്യത തനിക്കില്ല. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഡേവിയും ഡെന്നിയും ജോയും ശ്രീയും വിനുവും ഡോണയും സംസാരിക്കാനായിട്ടിരുന്നു. ശ്രീയും ഡെന്നിയും തമ്മിൽ ആദ്യമുണ്ടായ വഴക്കും മറ്റുമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരവരെ കളിയാക്കി. നേഹ അപ്പോഴും ഒന്നും മിണ്ടാതെ ആലോചിച്ചിരിക്കുന്നത് കണ്ടതും ഡേവി ഡെന്നിയെ കണ്ണു കാണിച്ചു. നേഹ, ഡെന്നി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾക്ക് വിഷമമാകുമോ? അവൻ സംശയത്തോട് ചോദിച്ചു. എന്താ ചേട്ടാ? അവൾ തിരികെ ചോദിച്ചു. അത് മോള് വിഷമിക്കില്ല എന്നെനിക്ക് സത്യം ചെയ്തു തരണം, എങ്കിലേ ഞാൻ ചോദിക്കൂ. എല്ലാവരുടെയും ശ്രദ്ധ അപ്പോഴേക്കും ഡെന്നിയിലേക്ക് നീണ്ടു. അവൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു അവരെല്ലാവരും. ശ്രീയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കും അറിയില്ലായിരുന്നു അവൻ എന്താണ് അവളോട് ചോദിക്കാൻ പോകുന്നതെന്ന്. എന്താണെങ്കിലും ചോദിച്ചോളൂ ചേട്ടാ, ഞാൻ വിഷമിക്കില്ല, സത്യം. ഞാൻ വിഷമിച്ചാലും എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ ചുറ്റിനും ഉണ്ടല്ലോ. അവൾ വാടിയ ഒരു പുഞ്ചിരി അവന് നൽകിക്കൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു. സപ്പോസ് മോളോട് ഇങ്ങനെ കാണിച്ചവൻ ആരാണെന്നറിഞ്ഞാൽ മോളുടെ പ്രതികരണം എന്തായിരിക്കും? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. എന്താ ചേട്ടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നോടങ്ങനെ കാണിച്ചത് ആരാണെന്ന് അറിഞ്ഞോ? അവൾ തിരികെ സംശയത്തോട് ചോദിച്ചു. ഇല്ല, ഇതുവരെ അത് ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ എന്തായാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നിന്നോടത് പറയുകയും ചെയ്യും. സപ്പോസ് അത് ആരാണെന്ന് അറിഞ്ഞാൽ മോളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാ. അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതാരാണെന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ കൊന്നു കളഞ്ഞേക്കണം. വിനു ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാവരുടെയും ഉള്ളിൽ അപ്പോൾ അതായിരുന്നു തോന്നിയിരുന്നത്. അതാരാണെന്നറിഞ്ഞാൽ ആദ്യം എനിക്ക് അറിയേണ്ടത് എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നാണ്. അതങ്ങനെ അയാൾ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ അയാളോട് ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. അവൾ വിഷമത്തോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവർക്കും വിഷമമായി. ഡേവി അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ മുഖം കണ്ടവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ നിമിഷവും അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ താനാണ് ആ നിമിഷം ഇല്ലാതെയായി പോകുന്നതെന്ന് അവന് തോന്നി. അത്രത്തോളമാണ് അവൾ തൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലായി. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ജസ്റ്റിനെ കൊല്ലണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി. അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു. ആ ചോദ്യത്തിന് ശേഷം മോൾ അവനായിട്ട് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും? നിയമത്തിൻ്റെ വഴിയിലേക്ക് അവനെ വിട്ടുകൊടുക്കണമെന്നാണോ മോൾ ആഗ്രഹിക്കുന്നത്? ഡെന്നി സംശയത്തോടെ ചോദിച്ചു. പറമോളെ. അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു. നിയമത്തിൻ്റെ വഴിയിലേക്ക് അവനെ വിട്ടുകൊടുത്തിട്ട് മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കാനാണോ മോൾ ആഗ്രഹിക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അല്ല, ഒരിക്കലും ഞാൻ അയാളെ നിയമത്തിന് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ചേട്ടാ. അവൾ പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. എന്തിനാ ചേട്ടാ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ജയിലിൽ സുഖിച്ചു കഴിയാനോ? എനിക്കറിയാം അതാരാണെന്ന് അറിഞ്ഞാൽ കൂടി എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നിയമത്തിൻ്റെ വഴിയിലേക്ക് അയാളെ വിട്ടുകൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയാളെ കൊല്ലാൻ അവസരം കിട്ടിയാലോ? അതുവരെ മിണ്ടാതിരുന്ന ഡേവി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു. പറഞ്ഞേഹ, നിനക്കവനെ കൊല്ലാൻ അവസരം കിട്ടുകയാണെങ്കിൽ നീ അത് ചെയ്യുവോ? അവൻ വീണ്ടും ചോദിച്ചു. നമ്മളോട് തെറ്റ് ചെയ്തവരെ നമുക്ക് കൊല്ലാമെന്നൊരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ കൊല്ലും. എൻ്റെ ശരീരം കളങ്കപ്പെടുത്തിയവനെ, എന്നെ ഈ അവസ്ഥയിലാക്കിയവനെ ഞാൻ കൊന്നിരിക്കും. അത് പറയുമ്പോൾ അവളിൽ മറ്റൊരു ഭാവമായിരുന്നു. എങ്കിൽ നീ അവനെ കൊല്ലാൻ തയ്യാറായിട്ടിരുന്നോ? നിന്റെ മുൻപിലേക്ക് അവനെ ഞാൻ ഇട്ടുതരും. ഡേവി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ആർക്കും അപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ഡെന്നി അവനെ വിളിച്ചു. അത് തന്നെയാണ് ഡെന്നി വേണ്ടത്, ഇല്ലാതെയാക്കണം. ഡേവി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. അതെന്താ ഈ ചായ ഡേവി ചായൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കറിയാമോ ആരാധങ്ങനെ അവളോട് ചെയ്തതെന്ന്? ഡേവി പോയി കഴിഞ്ഞതും ശ്രീ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല ഭദ്രേ, അവന് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതും പറഞ്ഞ് അവനും അവിടെ നിന്ന് എഴുന്നേറ്റ് ഡേവിയുടെ മുറിയിലേക്ക് നടന്നു. ഡേവിക്ക് എന്തുകൊണ്ടാണ് നേഹയുടെ കാര്യത്തിൽ ഇത്രയും ദേഷ്യമെന്ന് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ശ്രീയിലും അത് സംശയമായി നിലനിന്നു. എന്നാൽ നേഹയ്ക്ക് മാത്രം അത് മനസ്സിലായില്ല. മറ്റ് പലതും അവളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവളത് വലിയ കാര്യമാക്കാനും പോയിരുന്നില്ല. ഞാനൊന്ന് കിടക്കട്ടെ ശ്രീ. അതൊക്കെ കേട്ടതും അവളും വല്ലാതെയായി. അവൾ വിനുവിനെ ഒന്ന് നോക്കി. അവൻ പോയി കിടന്നോളൂ എന്നുള്ള അർത്ഥത്തിൽ അവളോട് കണ്ണുകൾ കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ഡേവി, എന്താടാ നിനക്ക് പറ്റിയത്? ഡെന്നി അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. അറിയില്ല ഡെന്നി, എനിക്കറിയില്ലടാ, സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ലടാ. കൊല്ലണം ഡെന്നി അവനെ,
ശവം പോലും അങ്ങേർക്ക് കൊടുക്കാതെ ഇല്ലാതെയാക്കണം. ഡേവി ദേഷ്യത്തോടെ പറഞ്ഞതും ഡെന്നിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ? ഡെന്നി പറഞ്ഞതും ഡേവി സംശയത്തോടെ അവനെ നോക്കി. അവൾ തന്നെ അവനെ ഇല്ലാതാക്കട്ടെ, അതല്ലേ അതിൻ്റെ ശരി. ഡെന്നി പറഞ്ഞതും ഡേവിയുടെ മുഖം ചുവന്നു. അതെ, അവൾ തന്നെ അവനെ ഇല്ലാതെയാക്കണം, ഡേവിയും ദേഷ്യത്തോടെ പറഞ്ഞു. രാത്രിയിൽ ഡേവിയോട് സംസാരിച്ച് റൂമിലേക്ക് വന്നതും ശ്രീ ഉറങ്ങിപ്പോയിരുന്നു. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. എനിക്കറിയാം ഭദ്രേ, നീ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾക്കാണത് സംഭവിച്ചതെങ്കിലും വേദനിക്കുന്നത് നിനക്കാണെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളെ പുതപ്പിച്ചിട്ട് അവളോട് ചേർന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവനും കിടന്നു.